ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീക്ക്ലി വീലോഗ്. എൻ്റെ പേര് അഞ്ജന, ചാനലിൻ്റെ പേര് ഇല്ലോളം. ഗായ്സ്, എൻ്റെ അമ്മായിയമ്മയും എൻ്റെ മോനും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പഞ്ചപാണ്ഡവരുടെ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പിള്ളേർക്ക് പാണ്ഡവരാരാന്ന് പറഞ്ഞൂടെ, കൈലവരൊന്നും അറിയണമെന്ന് കാണിച്ചു. പഞ്ചപാണ്ഡവർ നേരെയാണ്, ഇത്രയൊക്കെ മതി. ഇവിടെ എഴുതിയിട്ടുണ്ടോ പേര്? സഹദേവ. സഹദേവൻ എത്രാമത്തെ? 5ാമത്തെ. ഭാര്യയുണ്ടോ? എല്ലാത്തിനും ഉണ്ടല്ലേ? ഭാര്യയൊന്നും ഇവിടെ കെട്ടിവെക്കൂല. ഭാര്യയാണ് പാഞ്ചാലി. എല്ലാവർക്കും ഒരു ഭാര്യ, അതെങ്ങനെ ശരിയാവും? നകുലേട്ട, അത് മറ്റേ നകുലാണ് ഏറ്റവും സുന്ദരൻ. അയ്യോ, അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ എന്തായിരിക്കും? ഇത് നോക്ക്, അർജുനൻ കണ്ണും തള്ളി നിൽക്കുന്ന താടിയുടെ ഷേപ്പ് കൊള്ളാം, അത് ശരിയായി. മീശ കൊള്ളാം. എല്ലാരും ഇതേപോലെ തന്നെയല്ലേ? എല്ലാരും മുഖം കണ്ട് ഒരേപോലെ എനിക്ക് തോന്നി. ഇതാണ് ഭയങ്കര സൈസ്. റോബ്ലോക്സിൽ ഭീമൻ ഉണ്ടോ? ഇതിനാണ് ഏറ്റവും കൂടുതൽ പൊക്കമുള്ളതെന്ന് തോന്നല്ലേ? മൂത്ത ചേട്ടൻ ഇരിക്കുക. ആരാണ് ഏറ്റവും മൂത്തത്? അയാളെന്താ ഇരിക്കണ? യുധിഷ്ഠിരൻ ഭയങ്കര ഇരിപ്പാണ് കേട്ടോ. ഏറ്റവും മൂത്തതാണ്. അപ്പൊ 5 ആയി ഓൾറെഡി. 1 2 3 4 4. നമ്മൾ അമ്പലത്തിനകത്ത് കയറില്ല, കാരണം ഞാൻ പാൻറ്റാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് എനിക്കിനി മുണ്ടൊക്കെ റെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടേ അമ്പലത്തിനകത്ത് കയറാൻ പറ്റുള്ളൂ. അമ്പലത്തിനകം പക്ഷെ വേറെ വൈബാണ്. പക്ഷെ കുറച്ച് സമയം ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് പെട്ടെന്ന് സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോയി. എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പൈങ്കുനി ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഈ പെർഫോമൻസസ് ഒക്കെ. എന്നിട്ട് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പോയി ഗോപുരത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത്. ഗൈസ്, ബാക്കിയുള്ള വീഡിയോകൾ നമ്മൾ ആസ് യൂഷ്വൽ തീറ്റ, കുറച്ച് ഷോപ്പിംഗ്, പിന്നെ വിഷുക്കണി, അതിനുവേണ്ടി ചേക്ക മാങ്ങ ഒക്കെ പ്രിപ്പയർ ചെയ്യണ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ ആഴ്ചയും 2 ദിവസം പിള്ളേർ എൻ്റെ വീട്ടിലായിരുന്നു കൊണ്ട് ഞങ്ങൾ ബുഫേക്ക് പോയി. കഴിഞ്ഞ വീക്ക്ലി വീലോഗിൽ ഞങ്ങൾ ഹയാത്തിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയത് ഫുഡ് അത്ര പോരായിരുന്നു എന്ന് പറഞ്ഞിട്ടിരുന്നു. ഞങ്ങൾ ഇന്ന് തിരുത്തി കുറിക്കുകയാണ്. ഡിന്നർ, അത് എസ്പെഷ്യലി സാറ്റർഡേ ഡിന്നർ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു നമുക്ക് കിട്ടിയ കിട്ടിയെന്ന് എല്ലാ ഫുഡും. ഇപ്പം തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. ഏകദേശം ഓരോ ഡിഷസൊക്കെ തന്നെ ആയിരുന്നെങ്കിൽ പോലും ഇന്നെന്തോ കുറച്ച് ടേസ്റ്റ്, എല്ലാത്തിനും കുറച്ച് ടേസ്റ്റ് ഉണ്ട്. ഒരേ ഡിഷ് അല്ലായിരുന്നു. ഈവൻ നമുക്ക് തന്ന നമ്മൾ പ്രോൺസ്, കൂന്തലൊക്കെ നമ്മൾ പറഞ്ഞ അവർ നമുക്ക് ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് വരും. ഇന്ന് കൊണ്ടുവന്നത് കുറച്ച് എക്സ്ട്രാ ടേസ്റ്റി ആയിരുന്നു. ലാസ്റ്റ് ടൈം കഴിച്ച പോലെ ആയിരുന്നില്ല. പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് തണുത്ത പ്രോൺസ് ഫ്രൈ ആയിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടു കാണല്ലോ, സുരാജും വിക്രമും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ചിലപ്പോൾ തിരക്ക് കൂടുതലായിരുന്നു. എനിക്ക് അഭിപ്രായം ചോദിച്ചറിയാം. സെയിം അഭിപ്രായം തന്നെയാണോ? ഞാനൊരു മട്ടൺ ബിരിയാണി ആൻഡ് വെണ്ടയ്ക്ക എന്തോ ഫ്രൈ എടുത്തു. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ അഭിപ്രായം തിരുത്തി എഴുതാലേ? ഡിന്നറാണ് നല്ലത്. സാറ്റർഡേ ഡിന്നർ മേബി. സൺഡേ ലുലു മോളിൽ ഷോപ്പിംഗ് പോയപ്പോൾ പാരഗണിൽ വെച്ച് CP എടുത്ത് ഒരാൾ വന്ന് പറഞ്ഞേക്ക്. ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് കൈ കഴുകാൻ പോയ ഗ്യാപ്പിൽ ആരോ വന്ന് CP എടുത്ത് എന്താണ് പറഞ്ഞത്? മിസ്സായി പോയി. എനിക്ക് നല്ല പ്രസന്റേഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ CPക്ക് കണ്ടോളൻസസ് പറഞ്ഞല്ലേ? ജസ്റ്റ് മിസ്. അവിടെ ഉണ്ടോ? പറഞ്ഞുണ്ടോ? ഞാൻ കൈ കഴുകാൻ പോയ ഗ്യാപ്പിലാണ് ആരോ വന്ന് CP അടുത്ത് ഇത് പറഞ്ഞിട്ട് പോയത്. ഗൈസ്, നമ്മൾ എന്തായാലും വെജ് മീൽസും നെത്തോലി ഫ്രൈയും ആണ് ഓർഡർ ചെയ്തത്. വലിയ കുഴപ്പമില്ലായിരുന്നു ഫുഡ്. ഞാൻ എപ്പോഴും എനിക്ക് വെസ്റ്റ് സൈഡിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കാനാണ് ഭയങ്കര ഇഷ്ടം. കാരണം അവിടെ നല്ല സോഫ്റ്റ് കോട്ടൺ പോലത്തെ തുണികൾ കിട്ടും. അത് ഇടാനാണ് സുഖം. എന്താണ് വയസ്സാവണേൻ്റെ ലക്ഷണമാണെന്ന് അറിഞ്ഞുകൂടാ. കോട്ടണൊക്കെ ഇടാൻ പറ്റുള്ളൂ. അതുപോലെ പാൻറ്റും ഷർട്ടൊക്കെ വലിച്ചേറ്റാൻ ഭയങ്കര പാടാണ്. ഒറ്റയടിക്ക് മാക്സി പോലെയുള്ള ഉടുപ്പ്, ഇട്ടിരിക്കുന്ന ഉടുപ്പ് തന്നെ ഒരു മാക്സി പോലത്തെ ഉടുപ്പാണ്. പിന്നെ ഒന്നാമത് ചൂട്. എന്തായാലും ഇപ്പോൾ ഇട്ടേക്കുന്ന ഉടുപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം.
അപ്പോൾ എന്തായാലും ഞാൻ ഈ ഡ്രസ്സും വേറെ കുറേ ഡ്രസ്സുകളും എടുത്തുകൊണ്ട് ട്രയൽ റൂമിൽ പോകുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കാണിച്ചു തരാം. ട്രയൽ റൂമിൽ കയറിയപ്പോൾ ഈ അലമാരയിൽ കണ്ണാടി കണ്ടപ്പോൾ എനിക്കെന്തോ വിജൃംഭിച്ച് പോയി ഗൈസ്. അപ്പം ഞാൻ ഒരു റൗണ്ട് ഞാൻ ഇട്ടിരുന്ന ഉടുപ്പ് ലുക്കെല്ലാം എടുത്ത് അടുത്തതാണ്ട് ഈ ഉടുപ്പാണ് ഞാൻ ട്രൈ ചെയ്തത്. ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ ഒരു പാൻറ്റും. ക്രോപ്പ് ടോപ്പ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ കുടവേറ് കാരണം ഒരു നിവൃത്തിയില്ല. പക്ഷേ എന്തോ വേണ്ട വയറ് ഒപ്പന തള്ളി നിൽപ്പുണ്ട്. ഒരു 4 മാസം ഗർഭിണി ലുക്ക് എപ്പോഴും കാണും. പക്ഷേ എന്തായാലും ഞാൻ ഇത് എടുത്ത്, കാരണം ഈ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് വയറൊക്കെ നമുക്ക് കുറയ്ക്കാമെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാസ് കയറിയിരിക്കുകയാണെന്ന് ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ച് നോക്കാം എന്ന് എനിക്ക് വയർ കുഴപ്പമില്ല, വയർ കാണാത്ത രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വയറ് കാണിക്കുന്നത് തന്നെ കുറച്ച് ട്രെൻഡ്. എന്തായാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, പിന്നെ ഈ ട്രയൽ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ചില ശരീരഭാഗങ്ങളൊക്കെ ഉന്തളിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ വിജൃംഭിതമായി. ഇപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് ദൈവമേ എനിക്ക് ഇത്രയും വണ്ണം ഉണ്ടോയെന്ന്. പിന്നെ ഇരുന്നൊക്കെ നോക്കുകയാണ്, ഇരുന്നാൽ എങ്ങനെ ഇരിക്കും, ബാക്ക് തള്ളിയിരിക്കുമോ. ഗൈസ്, അടുത്ത ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അഗെയിൻ മാക്സി ടൈപ്പ് ഉടുപ്പുള്ള ലിസ്റ്റിൽ എനിക്ക് ഈ വയലറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്ത ഈ ഡ്രസ്സ് എല്ലാ സാധനങ്ങളും ഉള്ളിൽ തന്നെ അങ്ങനെ ഇരുന്നോളും. ഇനി ചെരുപ്പിട്ട ലുക്ക് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ പറയാൻ വന്നത്, ഞാൻ ഇത്രയും വണ്ണം ഉണ്ടെന്ന് ഞാൻ ഇത് അവിടെ ഇരുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പം ഇത്ര വലിയ കണ്ണാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ 100 എണ്ണകൾ തന്നെ എനിക്ക് കാണാൻ പറ്റുമല്ലോ. 100 ഞാനുകൾക്കുണ്ട് ബാക്കിലോട്ട്. ഇതൊരു ജംപ് സ്യൂട്ടാണ്. ഇതിലും ചെറിയൊരു വയറ്. പക്ഷേ എനിക്ക് ഉടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ അതിൻ്റെ മേൽഭാഗത്തെ വള്ളി കറച്ച് കീറിയിരിക്കുന്ന കാരണം പിന്നെ ഞാൻ വിചാരിച്ചത് എടുക്കണ്ട, പിന്നെ തയ്ക്കാൻ കൊടുക്കണം, പിന്നെ ആകെ ഒരു മെനക്കേട്. അപ്പോൾ ഇത് ഞാൻ എടുത്തില്ല. ബട്ട് ഇതിൻ്റെ മേൽഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. വയറിൻ്റെ അവിടെ മറ്റേ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ തള്ളിയിരിക്കണോണ്ടൊരു ദുഃഖം തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് സെക്കൻഡ് തോട്ടിനുള്ള ഡ്രസ്സുകൾ എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതങ്ങ് മാറ്റി വെച്ചു. എപ്പോഴും ട്രെയിനിനകത്ത് കാണുമ്പോൾ എനിക്കൊരു പേടിയാണ്, ദൈവമേ ഡോർ വല്ലതും തുറന്ന് കിടപ്പുണ്ടോ, എങ്ങാനും വല്ലതും മിസ്സിങ് ആണോ. എന്തായാലും എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യും, ഡോർ അടഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് അവിടെ വെച്ചത് കുറച്ച് ലൂസ് പോലെ തോന്നി. ആ മേൽഭാഗത്ത് ഞാൻ ടൈറ്റ് ആക്കിയിട്ടും പിന്നെ എന്തോ ഗിളുഗിളാന്ന് കിടക്കുന്ന പോലെ തോന്നി. ബട്ട് ഞാൻ എടുത്തില്ലായിരുന്നു. ചായക്കട തുടങ്ങാൻ വല്ല പ്ലാനുണ്ടോ? അടുത്ത അത് ഇടുമ്പോഴത്തേക്ക് ഞാൻ എവിടെയൊക്കെ നോക്കട്ടെ. മെറ്റീരിയൽ ഇത് നല്ല രസമുണ്ട്. ലൂസ് എൻ്റെ കൂടെ മറ്റേ വൈറ്റ് കാർഗോസിനോട് നല്ലതായിരിക്കും. ഇത് വലിയ കുഴപ്പമില്ല. നരയ്ക്കട്ടെ. ഇത് കൊള്ളാം, ഇത് ഇഷ്ടപ്പെട്ടു. നമ്മൾ CPയുടെ വീട്ടിൽ പോയി ഫാമിൽ പോയി വെള്ളം ഒഴിക്കണം. പിന്നെ നാളെ വിഷു ആയതുകൊണ്ട് അവിടെ നിന്ന് ചക്ക, മാങ്ങ, അതുപോലെ മറ്റേ കൊന്നപ്പൂ എല്ലാം അടിച്ച് മാറ്റണം. അങ്ങനത്തെ കുറച്ച് അജണ്ടകൾ. പിന്നെ അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് രാത്രി ഇനി എവിടെ നിന്ന് ഫുഡ് കഴിക്കണം എന്നൊന്നും ചിന്തിക്കാൻ വേണ്ടിയുള്ള പോക്കാണ് ഇനി. വളരെ സാഹസികമായ രീതിയിൽ നമ്മൾ ചക്ക എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇതെങ്ങാനും പാമ്പുണ്ടെങ്കിൽ വിഷുവിന് കണിയൊരുക്കാനായി ഇപ്പോൾ യൂട്യൂബർ പാമ്പ് കടി ഏറ്റെന്നും പറഞ്ഞ ന്യൂസ് വരും. എനിക്ക് ഭയങ്കര പേടിയാണ്. കുഴപ്പമില്ലല്ലോ അല്ലേ, സേഫ് അല്ലേ? ഞാൻ പോവാം. ഇല്ല അമ്മ വേണ്ട. അയ്യോ ഒരു പേടിയില്ലേ? അയ്യോ സാറേ, യൂട്യൂബറിന്റെ അമ്മ പാമ്പ് കടി ഏറ്റെന്ന് പറഞ്ഞ് വരരുത്, സൂക്ഷിച്ച്. ഓ അതെത്തൂലല്ലോ. അപ്പൊ ഞാൻ വരാം. ഇനി എനിക്ക് പേടിയില്ല, സൂക്ഷിച്ച്. അയ്യോ പതുക്കെ ഞാൻ വരാം. അയ്യോ അല്ല കുഴപ്പമില്ലമ്മ, ഇനി ഞാൻ വന്നോളാം. വേണ്ട, കറ ഉണ്ടെങ്കിൽ എടുക്ക്. വിഷുക്കണി വെക്കാന്ന് പറഞ്ഞപ്പോ വേസ്റ്റാ. ശ്രീകൃഷ്ണൻ വന്ന് തിന്നാൻ പോണില്ല, അതുകൊണ്ട് ഈ ചക്ക തരില്ല എന്നാണ് പറയുന്നത്. ഇത് എന്ത് ചക്കയാണ്? വിയറ്റ്നാം മാറില്ല. എവിടെ ചക്ക? ഓക്കെ.
കൃഷ്ണൻ വന്ന് തിന്നൂല. ബട്ട് എങ്കിലും ഇതിൽ കൂടുതൽ ചക്കകൾ വളരാൻ വേണ്ടി ഒരു ചക്ക തന്നുകൂടെ നമുക്ക് വിഷുക്കണി വെക്കാൻ? ഭയങ്കര തന്നെ കൂടിയ ഗ്യാസ് കേട്ടാണ്. എന്താ ജാമ്പക്കൈ, മാങ്ങൈ, എന്തോന്ന് മാങ്ങൈ? കാറ്റിമോൺ. ഒരു കോഴ്സിൻ്റെ പേരുണ്ട്, ബിടെക് കോഴ്സിൻ്റെ പേര് പോലെയുണ്ട്. എന്തോ ജാമ്പ അല്ല പറയാം. ഇതിനെ ഞാൻ സൂം ചെയ്തോളാം. കറക്റ്റ് വ്യൂ ഒന്നും ആരൊക്കെ കാണണ്ട നിങ്ങളുടെ കൃഷിത്തോട്ടങ്ങളൊന്നും. ഗായ്സ്, കായബലമുണ്ടായ വിയറ്റ്നാം ഏർലി എത്ര മാസം കൊണ്ടാണ് ഇത് ഇത്രയും കായ്ച്ചതെന്ന് പറയൂ, പ്രേക്ഷകർ കേൾക്കട്ടെ. മരത്തിന്റെ പ്രായം 2.5 വർഷം കൊണ്ട് ഇങ്ങനെ ചക്ക വന്നല്ലേ? മേളിലൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ആരും കണ്ണുവിടരുത്. മാങ്ങ റെഡി. 3 അങ്ങനെ ഓഡ് നമ്പേഴ്സേ വെക്കാവുള്ള. അങ്ങനെയാണ് വെക്കണതല്ലേ? അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം കഴിഞ്ഞ് കുറേ നേരം രാവിലെ എണീറ്റിട്ട് ഇതെല്ലാം കത്തിച്ചൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഓർത്തത്, അയ്യോ കണ്ണാടി വെച്ചില്ല, അരി വെച്ചില്ല, ചില്ലറ ഇട്ടില്ല. കുഴപ്പമില്ല, കൃഷ്ണനല്ലേ, സഹിച്ചോളൂ. എന്തായാലും നമ്മൾ ഈ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ സാധനങ്ങളാണല്ലോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് വെച്ചില്ല എന്നുള്ളൊരു സമാധാനമുണ്ട്. വെള്ളരിക്കൊന്നും കിട്ടിയില്ല. ചക്ക, മാങ്ങ ആൻഡ് കണിക്കൊന്ന് വെച്ച് രാവിലെ ഞാൻ തന്നെ എണീറ്റ് ഞാൻ തന്നെ സ്വന്തമായിട്ട് വിളക്ക് കത്തിച്ച്. കാരണം സിപിക്ക് ഇതിലൊന്നും തീരെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഈ ഏരിയയിലോട്ടേ വന്നിട്ടില്ല. പിന്നെ പിള്ളേർ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് അവരുടെ കാര്യം അവർ തന്നെ എന്തൊക്കെയോ വീട്ടിലൊക്കെ ചെയ്ത് അമ്പലത്തിലൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞ് ഇപ്പം തിരിച്ച് വന്നിട്ട് ഇവിടെ ഒരു മേളമാണ്. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒന്ന് ഞാൻ ചോദിച്ച് വിഷുക്കണി മേടിച്ച്, പിള്ളേർ എൻ്റെ അടുത്തുനിന്ന് ചോദിച്ച് വിഷു കൈനീട്ടം വാങ്ങിച്ച്. അതൊക്കെ നമുക്കിനി നെക്സ്റ്റ് കാണാം. ഇവിടെയൊന്നും കിട്ടിയില്ല. ₹100. പണ്ടൊക്കെ നമുക്ക് 2 രൂപയാണ് തന്നുകൊണ്ടിരുന്നു. കാലം പോയ പോക്കേ. യെസ്, തന്നോളോ. നിനക്ക് എത്ര കിട്ടി? 111. എടാ, നിനക്ക് 11 കിട്ടിയില്ല. നമുക്ക് ഈ സമയത്ത് 5 ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. പട്ടിക്ക് കൊടുക്കണല്ലേ? പട്ടിക്ക് കൊടുക്കും ഞാൻ. വെളിയിലിറങ്ങാൻ എന്റെ പുറകെ നടക്കുന്നത്. ഞാൻ അങ്ങനെ തരാ അങ്ങനെ പറഞ്ഞോളൂ. തരണം, എന്തും വാങ്ങിക്കും. ഹാപ്പി വിഷു. പൈസയാണിത്. ക്യാഷ്. ഓക്കെ, ഒരു 5. ഈ 100 rupees തരാൻ പറ്റൂല. ഇങ്ങനെ ഇത്തവണത്തെ വിഷുവും ഖുദാഗവ. അപ്പം നമ്മൾ ഉച്ചയ്ക്കത്തെ വിഷുവിൻ്റെ സദ്യ സിപിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിക്കണത്. ചോറ്, സാമ്പാർ, പരിപ്പ്, പച്ചടി, അവിയൽ, തോരൻ, അച്ചാർ, പായസം. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് ഉണ്ടായിരുന്നത് അത്യാവശ്യം അടിപൊളി ടേസ്റ്റായിരുന്നു. സിപിയുടെ വീട്ടിലുള്ള കുക്കിംഗ് ചേച്ചിയാണ് ഉണ്ടാക്കിയത്. ഭയങ്കര കുക്കാണ്, അടിപൊളി ഫുഡാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇത്തവണത്തെ വീക്ക്ലി വീലോഗ് ഏകദേശം സമാപനത്തിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെ എക്സ്ട്രാ ഞാൻ ഇതിലൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറ. നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറ. എൻ്റെ പേഴ്സണൽ കോളേജ് ലൈഫ്, ലവ് ലൈഫ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഒരുവിധം മതിയേ, നിങ്ങൾക്ക് മതിയാവില്ലെന്ന് വിചാരിച്ചാണ് പിന്നെ വീക്ക്ലി വീലോഗ് ഇടുന്നത്. പിന്നെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ഞാൻ ഇനി സംസാരിക്കണമെന്നുണ്ടെങ്കിലും പറയട്ടെ. ഇനി നമ്മൾ അടുത്ത മിക്കവാറും എൻ്റെ വീക്ക്ലി വീലോഗ് ട്രിപ്പിന് വേണ്ടിയുള്ള പാക്കിംഗ് ആയിരിക്കും. നമ്മൾ അടുത്ത ആഴ്ച ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ സീ യു ദെൻ. ടാറ്റ, ബൈ ബൈ.